നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാരീസ് ചർച്ചകളിൽ രൂപം നൽകിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഹമാസ് നിലപാട് നിർണായകം. നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ചർച്ചകൾക്കായി കെയ്റോയിൽ എത്തുമെന്നും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി. ഗസയിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും ആയിരക്കണക്കിന് ഫലസ്തീൻ തടവുകാരെ കൈമാറില്ല എന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ചർച്ചകളിൽ ആശാവഹമായ പുരോഗതിയെന്ന് ഖത്തറും ഈജിപ്തും അമേരിക്കയും അറിയിച്ചു. അതിനിടയിൽ ഗസയിൽ യുനെർഫ് ഫണ്ട് തടഞ്ഞ നടപടി പുനർപരിശോധിക്കണമെന്ന സൂചന നൽകി UN രക്ഷാസമിതിയിൽ അമേരിക്ക. US സൈനികരുടെ കൊലയിലെ പ്രതികാരം കരുതലോടെ മതി എന്ന തീരുമാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദീർഘകാല വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് സൈനിക രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചത് എന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു. ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കില്ലെന്നും ഗസയിൽ നിന്ന് അവരുടെ സമ്പൂർണ്ണ പിന്മാറ്റമാണ് ഹമാസിന്റെ ആദ്യ പരിഗണന എന്നും ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി. ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾ അറിയിച്ചു. പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. 45 ദിവസത്തേക്കുള്ള വെടിനിർത്തലാണ് പ്രധാന ലക്ഷ്യം. 35 ബന്ദികളെ ഒന്നാം ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം 4000-ഓളം ഫലസ്തീനികളെയും വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ സമ്മതിച്ചതായാണ് വിവരം. വെടിനിർത്തൽ അവസാനിക്കുന്നതോടുകൂടി ഹമാസിനെതിരായ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. നെതന്യാഹുവിന്റെ കടുത്ത നിലപാടും വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രായേലിൽ എത്തി നെതന്യാഹുവുമായി സൈനിക മേധാവികളുമായും ചർച്ച നടത്തും. അമേരിക്കൻ നേതാക്കളുമായുള്ള ചർച്ചയായി സ്ട്രാറ്റജിക് കാര്യങ്ങൾക്കുള്ള ഇസ്രായേൽ മന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ കുരുതി തുടരുകയാണ്. ജനീനിലെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും സ്ത്രീകളുടെയും വേഷമണിഞ്ഞ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം കാലുകൾ തളർന്ന ചികിത്സയിലായിരുന്ന യുവാവിനെയും സഹോദരനെയും സുഹൃത്തിനെയുമാണ് ഇന്നലെ വധിച്ചത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അത് അങ്ങനെയുള്ള രോഗികളല്ല, രോഗികളുടെ വേഷമണിഞ്ഞ ഹമാസുകളാണ് ഉണ്ടായിരുന്നതായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം.